പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ കമ്പിൽമാപ്പിള ഹൈസ്കൂളിൽ വെച്ച് നടന്നു. 4 ബൂത്തുകൾ ക്രമീകരിച്ചുകൊണ്ടാണ് ഇലക്ഷൻ നടന്നത്. എല്ലാ ബൂത്തുകളിലും ശക്തമായ പോളിംഗാണ് നടന്നത്. നമ്മുടെ സ്കൂളിൽ ഇന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വലിയ ആവേശത്തിന്റെയും പ്രതീക്ഷയുടെയും നടുവിൽ നടന്നു. സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ തന്നെ സ്കൂൾ പരിസരം ഉത്സവാന്തരീക്ഷമായി മാറി. പ്രത്യേകമായി തയ്യാറാക്കിയ ക്ലാസ് മുറികളിൽ വോട്ടിംഗ് ബൂത്തുകളും ബാലറ്റ് ബോക്സുകളും ഒരുക്കി. സ്കൂളിന്റെ മുന്നേറ്റത്തിനായി പ്രവർത്തിക്കണം എന്ന സന്ദേശം കുട്ടികളുടെ പ്രചാരണ മുദ്രാവാക്യങ്ങളിൽ മുഴങ്ങി. വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം ബാലറ്റ് ബോക്സ് മുദ്രവച്ചതും അധ്യാപക സമിതി. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ റിപ്പോർട്ടർ നമ്മോടൊപ്പം ചേരുന്നു. ഈ വർഷത്തെ പാർലമെന്റ് ഇലക്ഷൻ ഇതാ ഇവിടെ വന്നെത്തിയിരിക്കുകയാണ്. വാശിയേറിയ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. 4 ബൂത്തുകളിലായാണ് വോട്ട് ചെയ്യാൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഞാനുള്ളത് പോളിംഗ് സ്റ്റേഷൻ 2-ലാണ്. അപ്പം എല്ലാവർക്കും വളരെ വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിച്ചു നോക്കാം. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? ജയിക്കുമോ? സ്ഥാനാർത്ഥിക്ക് അണികളിൽ നല്ല വിശ്വാസമുണ്ട്. താങ്കളുടെ പ്രതീക്ഷ അങ്ങനെ നിലനിൽക്കട്ടെ. ഒരു വോട്ടറോട് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മഴ കനത്തു പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ വോട്ടും കനത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ വോട്ടർമാർ വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി ചെയ്യുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതാ മഴയൊക്കെ പെയ്തു തുടങ്ങി, എന്നാലും കനത്ത പോളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസറായിരുന്നു ടീച്ചറോട് നമുക്ക് എന്താണ് അഭിപ്രായം? കുട്ടികളിൽ ജനാധിപത്യം, ഡെമോക്രസി ഇങ്ങനെയുള്ള ആശയങ്ങൾ, അതുപോലെ വോട്ടിങ്ങിൻ്റെ ആവശ്യകത, അതിൻ്റെ പ്രാധാന്യം എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു ചാർജ് ചെയ്യാം. മാഷോട് തന്നെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഈ വർഷത്തെ എങ്ങനെയാണ് പാർലമെന്റ് ഇലക്ഷൻ എങ്ങനെയാണ്? എന്താ മാഷ് അഭിപ്രായം? സാധാരണ എല്ലാ വർഷവും നമ്മൾ ക്ലാസ് വൈസിൽ അതായത് ക്ലാസ്സുകളിൽ നിന്നാണ്. ഈ വർഷത്തെ ഇലക്ഷനെ കുറിച്ച് നമുക്ക് ഹെഡ് മിസ്ട്രസിനോട് തന്നെ ചോദിച്ചു നോക്കാം. എന്താണ് ടീച്ചർ? വളരെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് തന്നെ എന്ന് പറയാം ഇത്തവണ പോളിംഗ് ബൂത്തൊക്കെ ആക്കി. വാശിയേറിയ മത്സരമാണ് ഇന്ന് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം കമ്പിൽമാപ്പിള ഹൈസ്കൂളിൽ വിപുലമായി ആഘോഷിച്ചു. രാവിലെ 9:30 ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്രീ രാജേഷ് സർ പതാക ഉയർത്തി. ഹെഡ് ടീച്ചർ ശ്രീജ ടീച്ചർ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് ശ്രീ നിസാർ സർ അധ്യക്ഷത വഹിച്ചു. സുബ്രതു കപ്പ് ഫൈനൽ മത്സരത്തിൽ സെമി ഫൈനലിലെത്തിയ നമ്മുടെ ടീമിനെ സ്കൂൾ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ ക്ലബ്ബുകളുടെ കലാപരിപാടികളും അറബിക് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ ഇനങ്ങളിൽ മത്സരങ്ങളും നടന്നു. കമ്പിൽമാപ്പിള ഹൈസ്കൂളിൽ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായി നടന്നു. രാവിലെ 9:30 സ്കൂൾ പ്രിൻസിപ്പാൾ ശ്രീ രാജേഷ് സർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് നിറം കൂട്ടി. ദേശഭക്തി ഗാനങ്ങൾ, ചിത്രരചന പ്രദർശനം, പ്രസംഗം തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു. വിദ്യാർത്ഥികളുടെ പ്രകടനം ഏറെ ശ്രദ്ധേയമായി. അറബിക് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ മത്സരങ്ങളും നടന്നു. ഇന്നത്തെ വാർത്ത ഇവിടെ അവസാനിച്ചു. നന്ദി, നമസ്കാരം.